നമ്മൾ വെഞ്ഞാറമൂട് വാർത്തയിലേക്കാണ്. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് പോലീസ് സെല്ലിലേക്ക് മാറ്റി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് മജിസ്ട്രേറ്റിനോടും അഫാന്റെ മാതാവ് ആവർത്തിച്ചു. മകന്റെയും ഭാര്യയുടെയും കടബാധ്യതകളെക്കുറിച്ച് അറിയില്ലെന്ന് പിതാവ് റഹീം മൊഴി നൽകി. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, ഇന്നലെ ഭർത്താവിനെ കണ്ടപ്പോഴും സമാനമായ വിധത്തിലാണ് ഷെമി സംസാരിക്കുകയുണ്ടായത്. ഞാൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്ന് പറഞ്ഞാൽ മകനെ അത്രയും സംരക്ഷിക്കുകയാണ് അവർ. മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തുടക്കം മുതലേ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഷെമിയോട് ബന്ധുക്കളൊക്കെ അകത്ത് പോയി സംസാരിച്ചിരുന്നു. ആ സമയത്തും അതിനുശേഷം പിന്നീട് DK മുരളി MLA അടക്കമുള്ളവരുമൊക്കെ അകത്ത് കയറുമ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത്, പരിക്ക് പറ്റിയതിൻ്റെ കാരണമായി പറയുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ് എന്നുള്ള കാര്യമാണ് അവരിങ്ങനെ ആവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മൊഴിയെടുക്കൽ എന്നതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള നിലയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അവരുള്ളത്. അതിനാൽ തന്നെ ഈ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരമാണ് എങ്കിൽ ഈ മകന് എതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം പറയുന്ന നിലയിലേക്ക് അവർ പോയിട്ടില്ല. തല പിടിച്ച് ഭിത്തിയിലിടിപ്പിച്ചു എന്നുള്ളൊരു മൊഴിയാണ് നേരത്തെ അഫാൻ നൽകിയിരിക്കുന്നത്. അമ്മയെ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് മുറുക്കി അതിനുശേഷം ഭിത്തിയിൽ തല വെച്ചിടിപ്പിച്ചു. മരിച്ചു എന്ന് കരുതിയാണ് വീട്ടിൽ നിന്നും പോയത്. അതിനുശേഷം മുത്തച്ഛയെയും അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം തിരിച്ച് വീണ്ടും വീട്ടിലേക്കെത്തി. അപ്പോൾ ഉമ്മ മരിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ മൊഴിയിൽ പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമുക്കിതിനെ രണ്ട് തരത്തിൽ കാണേണ്ടി വരും. ഒന്ന്, ഒരുപക്ഷെ മകനെ സംരക്ഷിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി പറയുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കാര്യമൊന്നും ഓർമ്മയില്ലാതെ പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഇതിൽ ഒരു വ്യക്തത വരുന്നില്ല. അവരോട് സംസാരിക്കുമ്പോൾ ഈ ഇളയ മകൻ മരിച്ച കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയത്, പ്രതിയുടെ അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ വിവരമൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള വലിയ കടം, ആ കടത്തെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പിതാവ് പറയുന്നത്. ഗൾഫിൽ ചില പ്രതിസന്ധികൾ മൂലം താൻ അവിടെ പലപ്പോഴും പൊതുചിത്രത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരികയായിരുന്നു. അങ്ങനെ മാറി നിന്നതിനാൽ തന്നെ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കാനൊന്നും, തുടർച്ചയായി വീട്ടിലേക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്, വീട്ടിൽ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബം പോയത് എങ്ങനെയാണെന്നതിനെപ്പറ്റി വ്യക്തതയില്ല എന്നുള്ളതാണ് ഈ അഫാൻ്റെ പിതാവ് റഹീം മൊഴി നൽകിയിരിക്കുന്നത്. റഹീമിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കടബാധ്യത സംബന്ധിച്ച കാര്യത്തിലൊക്കെ പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഫാനെ മെഡിക്കൽ കോളേജിലെ പോലീസിൻ്റെ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് മാറ്റുന്ന നടപടിയിലെടുക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് കോടതിയിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ അടക്കം നൽകി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അമൽ, ഒപ്പം ഈ പ്രതിയുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയത് പണത്തിന് വേണ്ടിയിട്ടാണ്, അവർ നേരത്തെ മാല ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് എന്ന് പറഞ്ഞ അഫാൻ പിന്നീട് ഉമ്മയെ നിരന്തരമായി കളിയാക്കുന്നതിലുള്ള വൈരാഗ്യമാണ് എന്ന് മാറ്റി പറഞ്ഞു. ഉമ്മ ആണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കുടുംബക്കാരോട് പറഞ്ഞു എന്നുള്ളത് വൈരാഗ്യത്തിന് കാരണമായി എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം മൊഴികളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലത് പറയുകയാണ് എന്നുള്ളത് പോലീസിനെ കുഴക്കുന്നുണ്ടോ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചുറ്റിക വാങ്ങിയ സ്ഥലം, വിഷം വാങ്ങിയ സ്ഥലം, ബാഗ് വാങ്ങിയ സ്ഥലം, അവിടെ എല്ലാം പ്രതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ടുണ്ട്. ഈ കൃത്യം നടന്ന 3 സ്ഥലങ്ങളിലും, അഫാൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ അഫാൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലും ഉമ്മുമ്മയുടെ വീട്ടിലും, ഈ 3 സ്ഥലങ്ങളിലും ഈ കൃത്യം നടന്ന സമയത്ത് അഫാൻ്റെ സാന്നിധ്യമുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ CCTV ദൃശ്യങ്ങളടക്കം മറ്റ് തെളിവുകളടക്കം പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി കേസിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നിലവിലില്ല. അതോടൊപ്പം തന്നെ അഫാൻ നൽകിയ മൊഴി, ഉമ്മുമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് ഈ മാല ചോദിച്ച് തന്നില്ല, അതിൽ ഉള്ള ഒരു വൈരാഗ്യം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഉമ്മുമ്മയുടെ സഹായം തേടിയിരുന്നു. പക്ഷേ അന്നവർ സഹായിക്കാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, മകൻ ഗൾഫിൽ ഇങ്ങനെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ, ആ അവസ്ഥയ്ക്കെല്ലാം കാരണം ഷെമിയും അഫാനും അഫാൻ്റെ ഉമ്മയുമാണ് എന്നുള്ള കാര്യം നിരന്തരമായി ഇവരിങ്ങനെ ഈ പറയുന്ന ഉമ്മുമ്മ ഇങ്ങനെ നിരന്തരം കുടുംബക്കാരോടും അതോടൊപ്പം തന്നെ നാട്ടുകാരോടും എല്ലാം പറഞ്ഞിരുന്നു. അതിലുള്ളൊരു വൈരാഗ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പോലീസിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യൽ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്, മൊഴിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്.